ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോഷ് ഡയറീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബോഡി യാത്രയുടെ തേർഡ് പാർട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ തിരിക്കുകയാണ്. അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട്, അച്ഛൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജയകുമാർ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് അങ്കിളിൻ്റെ വീട് തപ്പിപ്പിടിച്ച് നമ്മൾ അവസാനം എത്തി. വീട്ടിൽ പോയി അങ്കിളിനെ കണ്ടു, ആൻറ്റിയെ കണ്ടു, അവളുടെ മോളെയും കണ്ടു. അത് കഴിഞ്ഞിട്ട് അങ്കിള് നമ്മളെ നേരെ അങ്കിളുടെ ഫാമിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ അടിപൊളി കാഴ്ചയാണ്. അവിടെ അങ്കിളുടെ അമ്മയെ കണ്ടു. പിന്നെ അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ട അവിടെ വർക്ക് ചെയ്യുന്ന ഒരു അമ്മമ്മയെ കണ്ടു. അപ്പോൾ അവിടെ മെയിനായിട്ട് ഈ അരി പൊടിക്കുന്ന മില്ലാണ്. പിന്നെ അവിടെ കുറേ പശുക്കിടാവിനെയൊക്കെ അവിടെ നോക്കി പരിപാലിക്കുന്നുമുണ്ട്. നമ്മൾ ആ മില്ലിലേക്ക് ചെന്നപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ എന്നിട്ട് എന്താ എവിടെന്നാ ആരാ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു അമ്മമ്മയ്ക്ക് കൗതുകം തോന്നി. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അമ്മൂമ്മയെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചില്ല, അമ്മ തമിഴ് ചോദിച്ചിട്ട് എനിക്കൊരു ഫോട്ടോ ഒപ്പിച്ച് തന്നു. അത്രയും ഭംഗിയുള്ള നമ്മളൊരു കൗ ഫാമൊക്കെ കണ്ടിട്ട് ഇറങ്ങി കറക്റ്റ് കാറിൽ കയറി അടുത്ത സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ ആട്ടിൻപറ്റത്തെ കണ്ടു. വേഗം കണ്ടു, അപ്പം തന്നെ വീഡിയോ എടുത്തു. എന്നിട്ട് നമ്മളെ കൊണ്ടുപോയത് അങ്കിൾ മൽബറി കൃഷിയും അവിടുത്തെ സെറികൾച്ചറും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അമ്പോ നല്ല രസമാണ്. കാറ് ഒരിത്തിരി ദൂരെ മാറ്റി നിർത്തിയിട്ട് അകത്തേക്ക് കുറച്ച് കയറിയിട്ടായിരുന്നു. അപ്പം നടക്കുന്ന വഴിക്ക് കുറേ നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഫാം ഹൗസിൻ്റെ അവിടെ എത്തുന്നത്. ഫാം ഹൗസിൻ്റെ നേരെ മുമ്പിലായിട്ട് മൽബറി കൃഷിയും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ സെറികൾച്ചറും നടത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറേ പട്ടുനൂൽ പുഴുക്കളുണ്ട്. അവരെ പരിപാലിക്കുന്നുണ്ട്. കുറച്ചൊക്കെ അതൊക്കെ ആ മൽബറി ചെടി കഴിച്ചിട്ട് അവസാനം ആ നെറ്റിലേക്കൊക്കെ കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര അതിമനോഹരമായ കാഴ്ച കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ വള്ളിപ്പടർപ്പിൽ പോലെ പാഷൻ ഫ്രൂട്ട് നട്ടു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോൾ അങ്കിള് പറഞ്ഞു അവിടെ മുല്ലച്ചെടി ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടെ പോയപ്പോൾ നിറച്ച് മുല്ലച്ചെടി. ഈ ഒരു സർക്കിളിൽ 4 മുല്ലച്ചെടിയാണ് നട്ടു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1000-ഓളം അതേപോലത്തെ കുഴികളിൽ ഇതേപോലെ 4 വെച്ചിട്ട് മുല്ലച്ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എണ്ണമെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. അവിടെ ചെറുതായിട്ട് ഒരു ചെറിയൊരു കാട് പോലെ നാരങ്ങ ഇങ്ങനെ നട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല കുറച്ച് നാരങ്ങ നമ്മളെടുത്തു. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പൂപ്പാറ ബോഡിമെട്ട് റൂട്ടിൽ ബസ് ഡ്രൈവർ ആയിരുന്ന രാജേന്ദ്രൻ അങ്കിളുടെ വീട്ടിലേക്കാണ്. നേരത്തെ അച്ഛനും അങ്കിളും ഒക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ അങ്കിളുടെ വീട്ടിൽ പോയി കണ്ടു. ആൻറ്റിയെ കണ്ടു, അങ്കിളിനെയും കണ്ടു, മക്കളെയും കണ്ടു. സന്തോഷമായി നമ്മൾ പിന്നെ തിരിച്ചു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നല്ല പച്ച മലയാളിയുടെ തമിഴ്നാട്ടിലെ കേരള ഹോട്ടലിലേക്ക്. അച്ഛൻ്റെ പഴയ ഒരു ഫ്രണ്ടാണ് നടത്തുന്നത്, സാബു അങ്കിളും സാബു അങ്കിളുടെ വൈഫ് സിന്ധു ആൻറ്റിയും കൂടിയിട്ടാണ് ഇത് നടത്തുന്നത്. അവിടെ പോയി ആ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അടിപൊളി ഹിൽ വ്യൂ. അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അടിപൊളി, ഒന്നും പറയാനില്ല. അവിടെ ചെന്നു, അങ്കിളിനെ കണ്ടു, ആൻറ്റിയെ കണ്ടു, അവരുടെ മോനെ കണ്ടു, സിബിൻ ചേട്ടൻ. അപ്പോൾ സിബിൻ ചേട്ടൻ നമ്മളെ അവിടെ മൊത്തം കാണിച്ചു. ചേട്ടായാണ് നമുക്ക് ആ ഹിൽ വ്യൂവും പിന്നെ ആ ഹോട്ടലിൻ്റെ ഇപ്പുറത്തൊരു നെൽപ്പാടമുണ്ട്. നമ്മൾ ആ നെൽപ്പാടത്തേക്ക് പോയത് ഈ ഹോട്ടലിൻ്റെ പുറകിൽ ഒരു കുറേ തെങ്ങുണ്ട്. അപ്പോൾ ആ തെങ്ങിൻ കൃഷിയുടെ ഇടയ്ക്ക് കൂടി വളഞ്ഞും പുളഞ്ഞൊക്കെ ആയിട്ടാണ് നമ്മൾ നെൽപ്പാടത്തിലേക്ക് പോയത്. ഒരു അടിപൊളി വ്യൂ ആണ്. നമ്മൾ സൺസെറ്റ് ആവാൻ നേരത്താണ് അവിടെ ആ നെൽപ്പാടത്തിൻ്റെ അവിടെ ചെന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വേറൊരു കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ സാബുങ്ങൾ ചെറുതായിട്ട് ചെറിയൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ആക്ടറാണ്.
അഞ്ചാം വേദം എന്ന് പറയുന്ന സിനിമയിലാണ് നമ്മുടെ സാബുങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ പോയപ്പോൾ എന്തൊക്കെയാ എൻ്റെ പൊന്നെ, എനിക്ക് വയ്യ. നല്ല വൈബാണ് രണ്ടുപേരും, ഒന്നും പറയാനില്ല. രാത്രിയായി നമ്മളവിടെ നിന്ന് തിരിച്ചപ്പോൾ, കാരണം അവിടെ എത്തിയിട്ട് സമയം പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. പൂരി, ചോറ്, രസം. ഞങ്ങളുടെ വയറും മനസ്സൊക്കെ നിറപ്പിച്ചിട്ടാണ് അങ്കിള് ഞങ്ങളെ വിട്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മധുര മീനാക്ഷിയെ കാണാൻ വേണ്ടിയിട്ട് മധുരയ്ക്കാണ് ഞങ്ങൾ പിന്നെ വിട്ടത്. നമ്മളവിടെ കുറച്ച് വൈകിയാണ് മധുരയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ രാത്രി ആ അമ്പലത്തിലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയി, ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ട് മധുര മീനാക്ഷി അമ്മയെ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കണ്ടത്. പക്ഷെ അകത്തേക്ക് ഫോണൊന്നും കേട്ടില്ലായിരുന്നു. ഒരു വലിയ ക്യൂ തന്നെയായിരുന്നു. ക്യൂവിൽ കൂടെ കയറി ഇറങ്ങി നമ്മൾ അവസാനം അമ്മയെ കണ്ടു. തിരക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊന്ന് കണ്ടു പോകാനേ നമുക്ക് പറ്റുള്ളൂ. ഫോണൊന്നും അകത്തേക്ക് കേട്ടില്ലായിരുന്നു. പുറത്തെ ക്ലോക്ക് റൂമിൽ വെക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് വന്നു തൊഴുതിട്ട്, എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മൾ മധുര മീനാക്ഷി അമ്മയും കണ്ട് തിരിക്കുകയാണ് കേരളത്തിലേക്ക്. നമ്മൾ വന്ന അതേ വഴി, അടിമാലി വഴി, ബോഡിമെട്ടിൽ നിന്നും ബോഡി നായ്ക്കന്നൂരിലേക്ക് അതേപോലെ തന്നെ തിരിച്ചു പോകുന്നു. അടിമാലി വഴി തന്നെ ബോഡി നായ്ക്കന്നൂരിൽ നിന്നും ബോഡിമെട്ടിലേക്ക് തിരിച്ച് പോകുന്ന വഴിക്ക് ഹെയർ പിൻ വളവിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ നിർത്തിക്കണം. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ നിർത്താൻ പറ്റിയില്ല, വേഗം എത്തണമായിരുന്നുള്ളതുകൊണ്ട് അവിടെ നിർത്തി ഫോട്ടോയ്ക്ക് എടുത്തു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോഡിയിലേക്ക് പോകുന്ന ടൈമിൽ നമ്മൾ കുരങ്ങന്മാരൊന്നും കണ്ടില്ല. വരുന്ന ടൈമിൽ കുറേ കുരങ്ങന്മാരെ കണ്ടു, ഫുഡൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ശ്രദ്ധിക്കാതെ പോയ ഒരു ചെറിയൊരു വാട്ടർഫോൾ കണ്ടു. നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. അതിൽ പിടിച്ചെന്നെ നിർത്തി. അയ്യോ, നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബോഡിമെട്ടിലെത്തി ഒരു ചെറിയൊരു കടയിൽ നിന്നും ചായ കുടിച്ചു. അവിടുത്തെ ബോണ്ടയും ഇഡ്ഡലിയും ഒക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ച് അവിടെ നിന്ന് ഒരു ചെറിയൊരു പാക്കുട്ടി മേടിച്ചു. അപ്പോൾ അത് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് എവിടെയും ഏലക്കത്തോട്ടമൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ഏലക്കത്തോട്ടം കണ്ടു. അവിടെ നിർത്തി കയറി 2 ഏലക്ക ആരും കണ്ടില്ല, പറിച്ചു. അവിടെ ഒരു ആൻറ്റി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല ആൻറ്റി. നമ്മൾ 2 എണ്ണം വേഗം പറിച്ചു. നല്ല വാസനയായിരുന്നു. കൂടാതെ അവിടുത്തെ ആ ഒരു സീനറിയും അടിപൊളി, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കൂടാതെ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയപ്പോൾ നമ്മളൊരു തേയിലത്തോട്ടം കണ്ടു. നല്ല വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള തേയിലത്തോട്ടം. ആ സൂര്യൻ, ആ തേയിലത്തോട്ടം, പുറകിലെ ഹിൽ വ്യൂ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളൊരു ഈവനിങ്ങിലൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ബോഡി യാത്രാ വിശേഷങ്ങൾ. ഇനിയും അടുത്ത ഒരു വ്ളോഗുമായിട്ട് തിരിച്ചെത്താം. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടി ഓണാക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.